പള്ളി പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ എതിർപ്പുമായി പ്രകൃതി സ്നേഹികളും ആദിവാസികളും. പദ്ധതി നടപ്പാക്കുന്നതിലൂടെ വാഴച്ചാൽ മേഖലയിലെ ആദിവാസികളെ ഇല്ലാതാക്കാനാണ് നീക്കമെന്നാണ് ആരോപണം. ഊരുകൂട്ടങ്ങളുടെ അനുമതിയില്ലാതെ സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും ഊരുമുപ്പത്തി ഗീത വാഴച്ചാൽ പറഞ്ഞു. ആദിവാസികൾ താമസിക്കുന്ന ഏരിയ മാത്രം കണ്ടെത്തിക്കൊണ്ട് ഇവര് ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കണം എന്ന് ഇവര് തീരുമാനം എടുക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അത് എത്ര ആലോചിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ഇതിന്റെ ബദൽ മാർഗം താഴെ ഇഷ്ടംപോലെ ഏരിയകളുണ്ട്. ഇപ്പൊ വെറ്റിലപ്പാറ ഭാഗത്തൊക്കെ ഒരു ആൾപ്രദേശം പോലും ഇല്ലാതെ വെറുതെ എന്താ പറയാ എണ്ണപ്പനത്തോട്ടം പോലെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൂടെ? ആദിവാസി കോളനിയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മുതലുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം തടസ്സപ്പെടുത്തി ഇവരെ വീണ്ടും കാടിനകത്തോട്ട് തള്ളിവിടാനാണ് സർക്കാരിന്റെ തീരുമാനം. പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരിപാടികളെന്ന് ചാലക്കുടിപ്പുഴ സംരക്ഷണ സമിതിയും പറഞ്ഞു. UDF നേതാക്കൾ തന്നെ വൈദ്യുതി മന്ത്രിയെ തിരുത്തണം, അല്ലാത്തപക്ഷം ജനകീയമായും നിയമപരമായും നേരിടുമെന്നും സമിതി അധ്യക്ഷൻ SP രവി പറഞ്ഞു. 10 വർഷം മുമ്പ് UDF ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അത് UDF നേതാക്കൾ തന്നെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ അനുമതികളും 2017 അവസാനിക്കുകയും അതിനെ തുടർന്ന് ഈ സമരം വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആരെങ്കിലും ഇനി ഈ പദ്ധതിയുമായി മുന്നോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് ജനങ്ങൾ വീണ്ടും ഒറ്റക്കെട്ടായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, എന്തായാലും ഏത് സർക്കാരുകൾ മാറി മാറി വന്നാലും നമ്മൾ കാണുന്ന വലിയ ചർച്ച തന്നെയാണ് ഈ വിഷയം. കാരണം എല്ലാ കാലത്തും ഇത്തരത്തിൽ വലിയ വിഷയമായി അതിരപ്പള്ളി പദ്ധതി എല്ലാ കാലത്തും ചർച്ചയാകാറുണ്ട്. എന്തായാലും ഇത്തവണ വലിയ പ്രതിഷേധം തന്നെ ഉയർത്തുകയാണ് അതിരപ്പള്ളിയിലെ ഊരുമുപ്പത്തി അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം ചാലക്കുടിപ്പുഴ സംരക്ഷണ സമിതി. എന്തായാലും അതിരപ്പള്ളിയിൽ നമുക്കറിയാം ഏത് സർക്കാരുകൾ വരുമ്പോഴും, അത് നേരത്തെയുള്ള UDF സർക്കാരായാലും പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരായാലും പിന്നീട് വീണ്ടും UDF സർക്കാർ വരുമ്പോഴും ഓരോ വൈദ്യുതി മന്ത്രി വരുമ്പോഴും KSEB ആവശ്യം ഉന്നയിക്കുന്നത് അതിരപ്പള്ളി പദ്ധതി വീണ്ടും ആ ചർച്ച പുനരാരംഭിക്കണം എന്ന തരത്തിലാണ്. ഇത്തവണയും ആ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ആ പദ്ധതിക്ക് ഒരു വേഗം നൽകുക എന്ന നീക്കം തന്നെയാണ് വൈദ്യുതി മന്ത്രി നടത്തുകയും ചെയ്തത്. എന്തായാലും വൈദ്യുതി മന്ത്രിയെ UDF നേതാക്കൾ തന്നെ ഇടപെട്ട് തിരുത്തണം എന്ന ആവശ്യമാണ് ചാലക്കുടിപ്പുഴ സംരക്ഷണ സമിതി പറയുന്നത്. അതോടൊപ്പം ഊരുമുപ്പത്തി ഗീതാ വാഴച്ചാൽ അടക്കമുള്ള ആളുകൾ പറയുന്നത് ആദിവാസികൾ ഉള്ള സ്ഥലങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് എങ്ങനെ ഇത്തരം പദ്ധതികൾ വരുന്നു എന്നത് ആലോചിക്കണം എന്ന് കൂടി വിമർശനം ഉന്നയിക്കുകയാണ്. ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, എന്തായാലും വലിയ പ്രതിഷേധം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുജീഷ്, അങ്ങനെ തന്നെയാണ്. അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ അനുമതി നേടിക്കൊണ്ട് ഈ പദ്ധതിയുടെ സജീവമായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം ജനകീയ പ്രതിഷേധവും പ്രകൃതി സ്നേഹികളുടെ പ്രതിഷേധവും ആദിവാസികളുടെ നേരിട്ടുള്ള നിയമ നടപടിയും എല്ലാം നമ്മൾ കണ്ടതാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് വരെ വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയായിരുന്നു അതിരപ്പള്ളി. വാഴച്ചാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപമുള്ള പ്രദേശത്ത് മറ്റൊരു ഡാം കൂടി ഉയർത്തി അവിടെ ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമമായിരുന്നു സർക്കാർ നടത്തിയിരുന്നത്. വിവിധ സർക്കാരുകൾ LDF UDF വ്യത്യാസമില്ലാതെ പല കാലഘട്ടങ്ങളിലായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചർച്ച നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അന്നെല്ലാം വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വേദിയായി ആദിവാസി സമൂഹം തന്നെ നേരിട്ട് നിയമ നടപടികളുമായി കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി 2 വട്ടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾക്ക് സ്റ്റേ നൽകി. അങ്ങനെ ആ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട നിലയിലേക്ക് എത്തിയിരുന്നു. UDF സർക്കാരും UDF നേതാക്കളും ഒക്കെ തന്നെ ആ തീരുമാനത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ കാലം മാറിയപ്പോൾ മറ്റൊരു UDF സർക്കാർ അധികാരത്തിലെത്തി ആ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള ആലോചന അതേക്കുറിച്ച് നടത്തുമെന്നും സീരിയസ് ആയി തന്നെ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പ്രതികരിച്ചതിന് പിന്നാലെ തന്നെയാണ് അതിശക്തമായ പ്രതിഷേധവുമായി വീണ്ടും ഇവർ രംഗത്ത് വരുന്നത്. പ്രകൃതി സ്നേഹികളും ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഈ അതിരപ്പള്ളി വനമേഖല, ഈ വാഴച്ചാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങൾക്ക് അടുത്ത് താമസിക്കുന്നത് കാടർ സമുദായത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ്. അവരുടെ ഊരുമുപ്പത്തി, കേരളത്തിലെ ആദ്യത്തെ കാടർ സമുദായത്തിൽ നിന്നുള്ള ഊരുമുപ്പത്തി
സ്ഥാനാർത്ഥിയാണ് ഗീത വാഴച്ചാൽ. അവർ തന്നെയാണ് ഇത് ആദിവാസികളെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടാനുള്ള ഒരു നടപടിയാണ്, കാടിനുള്ളിലേക്ക് തള്ളിവിടാനുള്ള നടപടിയാണ് ഇത്തരം പദ്ധതിക്ക് പിന്നിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കോടതി നടപടികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഒരു ജനസമുദായത്തെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ്. ഊരുകൂട്ടങ്ങളുടെ അനുമതിയില്ലാതെ സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല. അതിനെതിരെ പ്രതിഷേധവുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഗീത പറയുന്നത്. അതോടൊപ്പം തന്നെ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ആദിവാസികളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ കഴിഞ്ഞ നാളുകളിലുണ്ടായി. അവരുടെ അധ്യക്ഷനായിട്ടുള്ള SP രവിയും UDF സർക്കാർ ഈ തീരുമാനം തിരുത്തണം, ഫെർണി ജോസഫിന് ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് UDF നേതാക്കൾ ഇതേക്കുറിച്ച് വിശദീകരിച്ച് നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. നിയമപരമായും ജനകീയമായും ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്നുള്ള കാര്യവും SP രവിയും പറയുന്നു. ഏതായാലും വിവാദം തുടരുകയാണ്. അതിരപ്പള്ളി പദ്ധതിയെ കുറിച്ച് വീണ്ടും ഏത് സർക്കാർ വന്നാലും ഈ അതിരപ്പള്ളി പദ്ധതി പല തവണ ചർച്ചയായ വിഷയം തന്നെയാണ്. എന്തായാലും ആ വിഷയത്തിൽ വീണ്ടും ഒരു നീക്കം പുതിയ വൈദ്യുതി മന്ത്രി നടത്തിയാലും അതിനെതിരെയും വലിയ പ്രതിഷേധം ഉയരുമെന്ന സൂചന തന്നെയാണ് ഈ നേതാക്കൾ നൽകുന്നത്. അത് ഉരുമൂപ്പത്തി ആയാലും അവിടെയുള്ള ചാലക്കുടി പുഴ സംരക്ഷണ സമിതി ആയാലും വലിയ പ്രതിഷേധം ഉയർത്തുമെന്ന് പറയുകയാണ്. മറ്റു വാർത്ത